ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ഇടാണ്. വേറൊന്നുമില്ല, ഇന്നലെ നമ്മൾ മലപ്പുറത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായി രാത്രി 1 മണിയായി വീട്ടിലെത്തിയപ്പം വന്ന് കിടന്ന് ഇന്ന് പകൽ ഫുള്ള് ഞാൻ ഉറക്കത്തോടെ ഉറക്കുമായിരുന്നു. കൊച്ചിനെ സ്കൂളിലൊക്കെ വിട്ട് രാജേഷ് ഓഫീസിലൊക്കെ പോയി വന്നു കഴിഞ്ഞു. അപ്പോൾ ഉമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് അവിടെ വന്ന് കഴിക്കാൻ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു 2-3 ആഴ്ചയായി. അപ്പം അവരെ കണ്ടിട്ടും കുറേ നാളായി. അപ്പം ഇന്ന് നൈറ്റിലെ ഫുഡ് നമ്മൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഉമ്മച്ചി പറഞ്ഞു ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കാം, ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം റിച്ചുവിന് ക്ലാസ് ഉള്ളത് കാരണമാണ് ഇത്രയും ലേറ്റായി. 8 മണിയായി. അപ്പം നമ്മൾ നേരെ ഉമ്മച്ചിയുടെ വീട്ടിൽ പോയി നന്നായി ചാപ്പാടൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യ ഗൈസ്, വയ്യ, മൊത്തത്തിൽ ടയേർഡായി. ഇന്ന് ഭയങ്കര മടിയാണ്. കുറേ ദിവസം അടുക്കള തുറക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും അവിടെ പോയി ഫുഡ് കഴിക്കാം. അപ്പം എൻ്റെ ഉമ്മച്ചിയും ബാബച്ചിയും എല്ലാവർക്കും പരിചയപ്പെടാം. അപ്പം നമ്മൾ കാറൊന്നും എടുക്കുന്നില്ല, 2 വീലറിലാണ്, കരമനയിലാണ്. അപ്പം 2 വീലറിൻ്റെ പോകുന്നൊരു സുഖം എന്ന് വെച്ചാൽ അത് വേറൊരു വൈബാണ്. നൈറ്റ് ഡ്രൈവിങ്. അപ്പം നമ്മളവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, പോണ വഴിയിലുള്ള വിശേഷങ്ങളും നമുക്ക് കാണാം. ഇതാ കടന്ന് വായിട്ട് കീറുന്നുണ്ട്, വരുന്നില്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഉമ്മച്ചിയെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിക്കോളി, നമ്മളിതാ വരുന്നു എന്ന്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിക്ക് പെട്രോൾ ഇല്ല ഗൈസ്. അങ്ങനെ നേരെ വണ്ടി പമ്പിലേക്ക് കയറ്റി പെട്രോളൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മാത്രം ഈഞ്ചിക്കൽ ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പാരമീനൊക്കെ മേടിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ്. അങ്ങനെ വീടെത്തി കഴിഞ്ഞു. ഇവിടെ മേളത്തെ പോർഷനാണ് ഉമ്മച്ചിയും അബച്ചി താമസിക്കുന്നത്. താഴെ നമ്മളൊരു നഴ്സറിക്ക് റെൻറ്റിനൊക്കെ ചെയ്തിട്ടുണ്ട്. മേളത്തെ പോർഷൻ മതി, ഇവർ 2 പേരല്ലേ ഉള്ളൂ, അപ്പം അവർക്ക് താമസിക്കാൻ അത് മതി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉമ്മച്ചിയും അപ്പച്ചിയും കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടു ഗൈസ്, ഉമ്മച്ചി, ഇതാണ് എൻ്റെ ഉമ്മച്ചിക്ക് മീനൊക്കെ കൊടുത്തു. മീനൊക്കെ ഉമ്മച്ചി നോക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഉമ്മച്ചി. വേണ്ട. ഇന്നത്തെ ഫുഡ് അപ്പം, ചിക്കൻ കറി, മുരിങ്ങയ്ക്ക തോരൻ, കൊഞ്ചിക്കറി. ഇത് ഉമ്മച്ചി ഉണ്ടാക്കിയ ബെറോട്ട കേട്ടോ. സ്വന്തമായി ഉമ്മച്ചി കൈകൾ കൊണ്ടുണ്ടാക്കിയ ബെറോട്ടയാണ് ഗൈസ്. അങ്ങനെ നമ്മളൊരു ലാമ്പാൻ പോവുകയാണ്. വിശന്ന് ഊപ്പാട് പോയി കത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് ഇനി ഒരു കട്ടൻ ചായയും കറിയുണ്ട്. അപ്പം ഞാനും എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക, ചിക്കൻ കറി, കൊഞ്ചിക്കറി എല്ലാം കൂടെ ഒരു ലാമ്പാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് വാവിച്ച് കഴിക്കാൻ വേണ്ടി കഴിക്കാനായിട്ട് വാവിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വാവിച്ച് വന്നിട്ടുണ്ട്. പുറത്തൊക്കെ പോയിട്ട് വാവിച്ച് വന്നു. വാവിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അതിനുകൂടെ വാവിച്ച് 2 വെടായിയൊക്കെ അടിച്ച് വാചക കസർത്തൊക്കെ നടത്തി വാവിച്ച് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനാണ്. അങ്ങനെ നമ്മൾ പോവാൻ സമയമായി. അപ്പം നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങിയാണ്. നാളത്തെ ഫുഡൊക്കെ ഉമ്മച്ചി പാക്ക് ചെയ്ത് തന്നു. അതിൻ്റെ സന്തോഷം എനിക്ക് വേറെ കുറേ ഉണ്ട്. കാരണം നാളെയും കിച്ചണിൽ രാവിലെ കയറണ്ടല്ലോ. ഇതെല്ലാം എടുത്ത് പെറുക്കി ചൂടാക്കി കൊടുക്കാനുള്ളവർക്ക് കൊടുത്തേക്കും കഴിക്കാനുള്ളവർക്ക് കഴിച്ച് നമുക്ക് സെറ്റ് ആവാം. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു, ബായൊക്കെ പറഞ്ഞു. രാത്രിയായി, നല്ല സമയവുമായി. അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയാണ്. ബായൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ബായ് ഉമ്മച്ചി ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാൻ റെഡിയായി. ഇത് നമ്മുടെ കരമന തയ്ക്കാമാണ് ഗൈസ്. ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് കാണിക്കയിടാറുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആണ് കിട്ടുന്നത്. അങ്ങനെ കാണിക്കയൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. ഇനി അടുത്തത് ഉറക്കമാണ്.
നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഇപ്പം തന്നെ മണി 10 അപ്പോൾ നീ ഇച്ചിരി നേരം ടി വി കണ്ടിട്ട് അതൊന്നും നടക്കാത്ത കാര്യമാണ് ഗൈസ്. ഇവനിങ്ങനെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിഴമ്പും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. രാത്രി നമ്മൾ ഇന്ന് കിടന്ന് നാളെ രാവിലെ എണീച്ച് സ്കൂളിൽ പോകണം കൊച്ചേ. അപ്പം നമ്മൾ കിടക്കാൻ പോകുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്, സ്വീറ്റ് ഡ്രീംസ്. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വന്ന് നിങ്ങളെ വെറുപ്പിക്കുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്, സീ യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Right. Good night, guys. Bye.